വാടക കൊടുക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ എല്ലാ മാസവും മുഴുവൻ വാടക തുകയും നിങ്ങളുടെ ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കരുത്. കൊടുത്താൽ ഒരുപക്ഷെ നിങ്ങൾ ഇൻകം ടാക്സിൽ പെനാൾട്ടി കൊടുക്കേണ്ടി വരാം. എന്തൊക്കെ വിചിത്രമായ ആചാരങ്ങളാണ് നമ്മുടെ നാട്ടിൽ നടക്കുന്നത് എന്ന് വിചാരിക്കേണ്ട. എന്താണ് സംഗതി എന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ ഡീറ്റെയിൽ ആയി പറഞ്ഞുതരാം. ആദ്യം ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് നിങ്ങൾ മുഴുവൻ വാടക തുകയും ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കാൻ പാടില്ലാത്തത് എന്ന് പറഞ്ഞുതരാം. സാഹചര്യം 1, ബിസിനസ് ആവശ്യത്തിനൊന്നുമല്ലാതെ താമസിക്കാൻ വേണ്ടി മാത്രമാണ് നിങ്ങൾ ഒരു വീട് അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടി വാടകയ്ക്ക് എടുക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങൾ മാസം കൊടുക്കുന്ന വാടക 50,000 രൂപയോ അതിൽ കൂടുതലോ ആണ് എന്നുണ്ടെങ്കിൽ നിർബന്ധമായും വാടക മുഴുവനായും ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കരുത്. അതിനു പകരം 2% വാടക കുറച്ച് ബാക്കിയുള്ള 98% മാത്രമേ ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കാവൂ. ഇങ്ങനെ നിങ്ങൾ പിടിച്ചു വെച്ച 2% തുക നിങ്ങൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ബിൽഡിംഗ് ഓണറുടെ പാനിൽ ഡെപ്പോസിറ്റ് ചെയ്യേണ്ടതാണ്. ഇതിനെ എളുപ്പത്തിൽ നമുക്ക് ടാക്സ് ഡിഡക്ഷൻ എന്ന് വിളിക്കാം. എങ്ങാനും നിങ്ങളുടെ ബിൽഡിംഗ് ഓണർക്ക് പാൻ ഇല്ല എന്നുണ്ടെങ്കിൽ 2%-ന് പകരം 20% വാടക വരെയും നിങ്ങൾ പിടിച്ചു വെച്ച് ബാക്കിയുള്ള 80% വാടക മാത്രമേ ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കാവൂ. സാഹചര്യം 2, നിങ്ങളുടെ ബിൽഡിംഗ് ഓണർ ഒരു NRI ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന വാടകയിൽ നിന്ന് നിർബന്ധമായും 31.2% കുറച്ച് ബാക്കിയുള്ള തുക മാത്രമേ NRI ബിൽഡിംഗ് ഓണർക്ക് കൊടുക്കാവൂ. ഇവിടെ നിങ്ങൾ ആ ബിൽഡിംഗ് എന്ത് ആവശ്യത്തിന് ഉപയോഗിച്ചാലും ശരി, ഈ പറയുന്ന 31.2% നിർബന്ധമായും കട്ട് ചെയ്യണം. ആ ബിൽഡിംഗ് എന്ത് ആവശ്യത്തിന് ഉപയോഗിക്കുന്നു എന്നുള്ളതോ എത്ര രൂപയാണ് വാടക നിങ്ങൾ കൊടുക്കുന്നത് എന്നുള്ളതോ ഒന്നും ഈ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ പ്രശ്നമല്ല എന്ന് സാരം. ഇങ്ങനെ നിങ്ങൾ പിടിച്ചു വെച്ചിട്ടുള്ള 31.2% തുക NRIയുടെ പാന് മെൻഷൻ ചെയ്ത് കൃത്യമായി ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് അടയ്ക്കണം. പക്ഷേ ഇത് അടയ്ക്കാനായി നിങ്ങൾ നിർബന്ധമായും ടാക്സ് ഡിഡക്ഷൻ ആൻഡ് കളക്ഷൻ അക്കൗണ്ട് നമ്പർ TAN എന്നുള്ളൊരു നമ്പർ നിർബന്ധമായും എടുത്തിരിക്കണം. ഇത് എല്ലാ മാസവും ഗവൺമെന്റിലേക്ക് അടച്ചാൽ മാത്രം പോരാ, ക്വാർട്ടർലി ഒരിക്കൽ TDS റിട്ടേൺ നിർബന്ധമായും ഫയൽ ചെയ്യുകയും വേണം. ഇനി മുകളിൽ പറഞ്ഞ സാഹചര്യങ്ങളിൽ നിങ്ങൾ ടാക്സ് ഡിഡക്ട് ചെയ്യേണ്ട ഒരാളായിരുന്നിട്ടും ടാക്സ് കൃത്യമായി ഡിഡക്ട് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എത്ര രൂപയാണോ നിങ്ങൾ ടാക്സ് ഡിഡക്ട് ചെയ്യാൻ ബാധ്യസ്ഥനായിരുന്നത് അത്രയും രൂപ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിലേക്ക് പെനാൾട്ടി ആയി കൊടുക്കേണ്ടി വരാം. ഇനി ബിസിനസ് ചെയ്യുന്ന ഒരാൾ വാടകയ്ക്ക് എടുക്കുക, ഒരു ബിൽഡിംഗ് വാടകയ്ക്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിനുള്ള TDS ലയബിലിറ്റി എങ്ങനെയാണെന്ന് അറിയുവാൻ താഴെ കമന്റിൽ S എന്ന് രേഖപ്പെടുത്തുക. ആ വീഡിയോയുമായി അടുത്ത സെഷനിൽ കാണാം. താങ്ക് സോ മച്ച്.